എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെറുനാരങ്ങ വെച്ചിട്ടുള്ളൊരു പിക്കിളാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ വീഡിയോ ആണ് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളെ കാണിച്ചു തരാം. ഈ ചെറുനാരങ്ങ വെച്ചിട്ടുള്ള പിക്കിൾ ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട്. അത് വ്യത്യസ്തമായിട്ടായിരുന്നു. ഇത് അതിലും വ്യത്യസ്തമായിട്ട്, അതായത് അന്ന് എണ്ണയിലൊക്കെ വാട്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇത് വളരെ എളുപ്പത്തിൽ ആവിയിൽ പുഴുങ്ങി, ചെറുനാരങ്ങ ആവിയിൽ പുഴുങ്ങി എടുത്തിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇനി രണ്ട് തരം ഞാൻ ഇത്തവണ ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു അച്ചാറ്, ഒന്ന് മുളക് പൊടി ഒന്നും ഇല്ലാതെ പച്ചമുളക് മാത്രം, അല്ലെങ്കിൽ വേണമെങ്കിൽ കാന്താരി മുളക് ഉണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കാം. അങ്ങനെയുള്ള ഒരു അച്ചാർ. അങ്ങനെ രണ്ട് തരത്തിലുള്ള അച്ചാറ് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കി കൂട്ടാൻ പറ്റിയ ഒരു രണ്ട് തരം അച്ചാറാണ് ഞാൻ കാണിക്കുന്നത്. അതെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയതെന്ന് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. എൻ്റെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ആദ്യം തൊട്ട് അവസാനം വരെ കാണണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വരൂ. ഇവിടെ ചെറുനാരങ്ങ കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇത് 1 കിലോ ചെറുനാരങ്ങയുണ്ട്. 20 എണ്ണം ഉണ്ടായിരുന്നു. ഇത് ആദ്യമേ തന്നെ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് ഞാൻ ആവി കയറ്റാൻ പോവുകയാണ്, വേവിക്കാനായിട്ട്. അപ്പോഴേ അത് നല്ലതുപോലെ സോഫ്റ്റായിട്ട് വരുള്ളൂ. ഇത് ഒരു 2 മിനിറ്റ് ആവി കയറ്റി അത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, അതിൻ്റെ തൊണ്ടൊക്കെ ഒന്ന് നല്ലപോലെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കണം. ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഒരു വലിയ പ്ലേറ്റിലേക്ക് ഇതൊന്ന് എടുത്ത് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് അത് തണുത്ത് കിട്ടും. തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കിത് ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഞാൻ 2 തരത്തിൽ ഉള്ള പിക്കിളാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇത് 10 എണ്ണം എടുത്തിട്ട് ഞാനത് 8 ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. ബാക്കിയുള്ളത് ഞാൻ 4 ആയിട്ടേ കട്ട് ചെയ്യുന്നുള്ളൂ. ഈ ചെറുനാരങ്ങ കുറച്ച് സമയം ആവിയിൽ വെച്ചാൽ മതി. ഒരു 2 മിനിറ്റൊക്കെ വെച്ചാൽ മതിയാവും. എന്നിട്ട് അതിന് ശേഷം ഇത് തണുത്ത് കഴിയുമ്പോൾ കട്ട് ചെയ്തെടുക്കാം. കാരണം ഒരുപാട് സമയമായി കഴിഞ്ഞാൽ ഇത് കട്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതിനകത്തുള്ള ചെറുനാരങ്ങയുടെ ആ നീര് മുഴുവൻ പുറത്തേക്ക് ചാടി വരും. അപ്പോൾ ഈ ഒരു പാകത്തിൽ കട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമില്ലാതെ കട്ട് ചെയ്യാം. എന്നാലും കുറച്ച് അതിൻ്റെ നീരൊക്കെ പുറത്തേക്ക് വരും, എങ്കിലും കുഴപ്പമില്ല. പത്ത് നാരങ്ങ ഇതുപോലെ തന്നെ ചെറുതായിട്ട് 8 പീസസായിട്ട്, ഓരോന്ന് 8 പീസസായിട്ട് കട്ട് ചെയ്ത് വെച്ചു. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മളുടെ മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കണം. ഇവിടെ ഞാനൊരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ ഉലുവ പൊടിയാണെങ്കിൽ അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മളിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറുനാരങ്ങ ഇട്ട് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറുനാരങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിൽ നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ആ ചെറുനാരങ്ങയിൽ നിന്ന് വന്ന ആ നീര് മാത്രമേ ഇതിന് ഒരു ഗ്രേവി ആയിട്ട് ഉണ്ടാവുള്ളൂ. പക്ഷെ അത് ഉണ്ടാവും, കുറച്ചുണ്ടാവും. അത് നല്ലപോലെ ഒന്ന് പരണ്ടിരിക്കുകയും ഒന്ന് കുറുകിയിരിക്കുകയും ചെയ്യും. ഇനി ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ആദ്യം നല്ല എരിവുള്ള മുളക് പൊടി എടുത്തിരിക്കുന്നത്. ഇത് ഒരു 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. വേണമെങ്കിൽ എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ചേർക്കാം കേട്ടോ. നല്ല അച്ചാറാവുമ്പോൾ നമ്മൾ അതിന് നല്ലപോലെ എരിവ് ചേർക്കണം. ഇത് 2-3 ടീസ്പൂൺ നമുക്ക് ചേർക്കാം, കുഴപ്പമുള്ളത്. നല്ല എരിവുള്ള മുളക് പൊടിയാണ്. ഇനി നമ്മൾ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. അതും ഒരു 3 ടീസ്പൂണൊക്കെ ചേർക്കുന്നുണ്ട്. അതും വേണമെങ്കിൽ 4 ടീസ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഞാൻ 10 ചെറുനാരങ്ങ എടുത്തിട്ടുള്ളൂ. ഇതുവരെ ഇതിൽ ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഈ സമയത്ത് നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കുറച്ച് മുൻപോട്ടാക്കി കുറച്ച് കൂടുതൽ ചേർക്കണം. കാരണം ചെറുനാരങ്ങയല്ലേ, നല്ലപോലെ പുളിയാണ് ഇതിന്. അപ്പോൾ ഈ ഉപ്പ് ഇതിലേക്ക് വലിച്ചെടുക്കും. അപ്പോൾ കൂടുതൽ ഉപ്പ് ചേർത്താലേ കറക്റ്റായിട്ടുള്ള ഒരു പാകത്തിന് നമുക്ക് കിട്ടുള്ളൂ.
കുറച്ചിരുന്ന് കഴിയുമ്പോൾ നല്ല പോലെ ഒരു പാകത്തിന് ഉപ്പ് വരണമെങ്കിൽ ഉപ്പ് കുറച്ച് കൂടുതലായിട്ട് ചേർക്കണം. എരിവും അങ്ങനെ തന്നെയാണ്, മുളക് പൊടിയും കുറച്ച് കൂടുതൽ ചേർക്കണം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് കായത്തിൻ്റെ പൊടിയാണ്, കായപ്പൊടി. അത് ഒരു ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. വേണമെങ്കിൽ അത് 1.5 ടീസ്പൂൺ ആയാലും കുഴപ്പമില്ല. കായത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടെ കൂടുതൽ ചേർക്കാം. ലാസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂണോളം എണ്ണ കൂടി, നല്ലെണ്ണ നേരത്തെ നമ്മൾ ചേർത്തില്ലേ അതേപോലെ എണ്ണ കുറച്ചുകൂടി വേണമെങ്കിൽ ചേർക്കാം. എന്നിട്ട് ഇത് ഭരണിയിലോ ചൂടാറിക്കഴിയുമ്പോൾ ഭരണിയിലോ കുപ്പിയിലോ ഒക്കെ എടുത്ത് വയ്ക്കാം. ഇനി മുളക് പൊടി ഇടാതെ ഒരു പിക്കിൾ ഉണ്ടാക്കുന്നുണ്ട്. അതിന് ഞാനിവിടെ പച്ചമുളക് എടുത്തിരിക്കുന്നത് ഒരു 4 or 5. ഇത് വലിയ പച്ചമുളകാണ്, നല്ല എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ അത് 2ആയിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് നെടുകെ ഒന്ന് കീറി. പച്ചമുളക് മുഴുവൻ നമ്മളങ്ങനെ കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മൾ ചെറുനാരങ്ങ 4ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ മുളക് പൊടി ചേർത്തതിൽ 8ആയിട്ട് കട്ട് ചെയ്തിരുന്നു. ഇത് 4ആയിട്ടേ കട്ട് ചെയ്തിട്ടുള്ളൂ. ഇതിലേക്ക് ഈ മുളക് പൊടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഇതിനകത്തും ഉപ്പില്ല, അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യണം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ ഭരണിയിലേക്കോ കുപ്പിയിലേക്കോ മാറ്റാനായിട്ട്. ഇനി ഇവിടെ ഒരു ചില്ലിൻ്റെ ഒരു കുപ്പി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മളുടെ ഈ ചെറുനാരങ്ങയും പച്ചമുളകും കട്ട് ചെയ്ത് വെച്ചിരുന്നത് ഇട്ട് കൊടുക്കണം, ഉപ്പ് ചേർത്ത്. അപ്പോൾ ഈ ഉപ്പ് നല്ലതുപോലെ ഇതിൽ പിടിച്ചോളും. ഇട്ട് കൊടുത്തിട്ട് നമ്മൾക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം. തിളപ്പിച്ചാറ്റിയ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. തിളപ്പിച്ച ആറിയ വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അത് ഈ നാരങ്ങയും പച്ചമുളകും മുങ്ങിക്കിടക്കണ രീതിയിൽ അത്രയും വെള്ളം ചേർത്ത് കൊടുക്കണം. ഉപ്പ് നമ്മൾ നാരങ്ങയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ആ നാരങ്ങയിൽ പിടിച്ചോളും ആ ഉപ്പ്. നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം, അത്രയും മാത്രം. ഇതൊരു 2 ദിവസം ഇരുന്ന് കഴിയുമ്പോൾ നല്ലതുപോലെ നാരങ്ങയിലേക്ക് എരിവും ഉപ്പും പിടിച്ചോളും. എന്നിട്ടെടുത്ത് ഉപയോഗിക്കാം. ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു 2 ദിവസം പുറത്ത് വെച്ചിട്ട് പിന്നീട് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയാവും. എൻ്റെ ലെമൺ പിക്കിൾ അല്ലെങ്കിൽ ചെറുനാരങ്ങ അച്ചാർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഉണ്ടാക്കുന്ന രീതിയും ഉണ്ടാക്കിയതും ഇഷ്ടപ്പെട്ടോ? നല്ല ടേസ്റ്റാണ്. കുറച്ച് നാൾ വെച്ചിരുന്ന് നമുക്ക് കൂട്ടാൻ പറ്റും. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും വേണം. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുകയും കൂടി വേണം. അടുത്തൊരു വിഭവമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.